നമസ്കാരം. ആലപ്പുഴയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ആലപ്പുഴയുടെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് ബോട്ടിൽ ഒരു ദീർഘയാത്ര പോവുകയാണ്. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന കേരള സർക്കാരിന്റെ കീഴിലുള്ള ബോട്ടിലാണ് ഇന്നൊരു യാത്ര. ആലപ്പുഴ ബോട്ട് ജെട്ടിയുടെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതായത് ഇവിടുന്ന് 300 മീറ്റർ മാറിയാണ് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ കോട്ടയത്തേക്ക് പോകാനുള്ള ബോട്ട് കിട്ടുക. ഈ ബോട്ടില്ലേ, ഇത് ആലപ്പുഴയിൽ നിന്ന് പുളിങ്കുന്ന് എന്ന ഭാഗത്തേക്കുള്ളതാണ്. ഇപ്പോൾ 1:30 നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയാണ്. ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളും ആ ഭാഗത്തായി നിർത്തിയത് കാണാം. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്കും ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ബോട്ടിന്റെ സമയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ആദ്യത്തെ ബോട്ട് രാവിലെ 6:45 അവസാനത്തെ ബോട്ട് 5:15 അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് രാവിലെ 7:15 ആദ്യത്തെ ബോട്ട്, അവസാനത്തെ ബോട്ട് 5:15. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാനുള്ള കേരള സർക്കാരിൻ്റെ ബോട്ട് ഇതാണ്. അതിനിപ്പോൾ ഇങ്ങോട്ട് വരും ഈ ഒരു ബോട്ട് പോയ ഉടനെ തന്നെ. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ബോട്ടുണ്ട്, കൈനഗിരിയിലേക്ക് പോകുന്ന കേരള സർക്കാരിൻ്റെ. അത് സി കുട്ടനാട്, അതിൻ്റെ മുകളിൽ നമുക്കിരിക്കാൻ പറ്റും. ഞങ്ങൾ അതിലാണ് കഴിഞ്ഞ തവണ വന്നിട്ട് കൈനഗിരിയിലേക്ക് ഇവിടുന്ന് പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ 1:45, ഒരു 2 മണി 2:15 ആകുമ്പോൾ ബോട്ട് ഇവിടെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് പ്രൈവറ്റ് ബോട്ടുകൾ പോകുന്നതും കാണാം. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് ഇതൊക്കെ ആക്കിയിട്ട് പോവാം. പിന്നെ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഇതുപോലുള്ള സർക്കാർ ബോട്ടുകളാണ് ഏറ്റവും നല്ലത്. ചെറിയ പൈസയേ ഉള്ളൂ എല്ലാത്തിലേക്കും. ഈ ബോട്ട് ഇപ്പോൾ ഇവിടുന്ന് പോകും. പുളിങ്കുന്ന് ഭാഗത്തേക്കുള്ള ബോട്ട് ഇതാ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കോട്ടയം ബോട്ട് ഇങ്ങോട്ട് വരും. ഇവരൊക്കെ നിറച്ചു ആൾക്കാരാണ്. എടുത്തിട്ട് പോയി ഇവിടുന്ന്. ആലപ്പുഴ കൈനഗിരി സി കുട്ടനാട്, ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് ഇത് മിസ് ചെയ്യരുത്. ഇതിൻ്റെ മുകളിൽ വരെ നമുക്ക് കയറിയിരിക്കാം. എല്ലാത്തിനും ചെറിയ പൈസയുള്ളൂ, വലിയ അധിക ചാർജൊന്നും ഇല്ല. അതായത് ഇതിന്റെ അപ്പർ ഡെക്കിലത്തെ ചാർജും താഴത്തെ ലോവർ ഡെക്കിലത്തെ ചാർജും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നല്ല കാഴ്ചകൾ തന്നെ കണ്ടിട്ട് നമുക്ക് പോവാലോ. നമ്മുടെ ബോട്ട് ഇതാ ഇങ്ങോട്ട് അടുപ്പിക്കുകയാണ്. അവിടുന്ന് 2:30 ഇത് ഇവിടുന്ന് പുറപ്പെടുക. ഇതാണ് ബോട്ട്. കുറച്ച് പഴക്കം ചെന്ന ബോട്ട് എന്നൊക്കെ പറയാം. A37. ഇനിയിപ്പോൾ അത് അവിടുന്ന് തിരിഞ്ഞു വരും. ഈ സർക്കാർ ബോട്ട് കുറച്ചും കൂടെ ഒന്ന് അല്ലേ പുതിയതായിട്ട് എടുക്കണമായിരുന്നു അല്ലേ. കഴിഞ്ഞ നെടുമുടി പോയ വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്ത കാര്യമാണ്. ആ സർക്കാർ ബോട്ട് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു മോഡേൺ ആയിട്ട് ഒന്ന് എന്താ പറയുക, കുറച്ചും കൂടെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായേനെ. കാരണം അത് കാണുമ്പോൾ ഒരു നല്ലൊരു പഴഞ്ചൻ ലുക്കില്ലേ. അതിൻ്റെ ആ പുറകു ഭാഗം കണ്ടാൽ ശരിക്കും അത് മനസ്സിലാവും. ഇവിടെ ഒരു ബോട്ട് വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ മറ്റൊരു ബോട്ടും കൂടെ കാണാം. ഇതൊക്കെ കാണാൻ നല്ല ലുക്കില്ലേ. ഇതൊക്കെ പ്രൈവറ്റാണ്. അതങ്ങ് അവിടുന്ന് ഇതാ വളഞ്ഞിപ്പം ഇങ്ങോട്ട് വരും. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ ബോട്ടിലത്തെ ജീവനക്കാരുടെ പണിയില്ലേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർ നല്ല രീതിയിൽ തന്നെയാണ് പണിയെടുക്കുന്നത്. അത് വളച്ച് ഇവിടെ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കോട്ടയം ബോട്ട് അങ്ങ് അവിടെയാണ് നിർത്തുക. കേരള സർക്കാർ ആലപ്പുഴ കോട്ടയം. പിന്നെ എല്ലാവരും കയറി തുടങ്ങി, നമുക്കും കയറാം. നവീൻ കയറി നല്ലൊരു സീറ്റൊക്കെ റെഡിയാക്കി വെച്ചെന്ന് തോന്നില്ല. ഏറ്റവും പുറകിൽ തന്നെ കയറാം. നമുക്ക് ഇവിടെ ആയിട്ടിതാ ഈ ഭാഗത്തായിട്ടിരിക്കാം. ബോട്ടിൻ്റെ ഏറ്റവും പുറകു ഭാഗത്തുനിന്ന് കാണുവാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഇത് കൺട്രോൾ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെയൊക്കെ നമുക്ക് നടന്നിട്ട് പോവാം. നടന്നു പോയി ഈ ഭാഗത്ത് നമുക്കിരിക്കാം. ലൈഫ് ജാക്കറ്റുകളൊക്കെ ഇതാ ഈ ഭാഗത്തായിട്ട് കാണാം. ഇരിക്കാൻ നല്ല ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബോട്ടിൻ്റെ ഏറ്റവും
മുൻഭാഗത്ത് നല്ലൊരു കാഴ്ച. ദേ ഇങ്ങനെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ബോട്ടുകൾ വരുന്നത് കാണാം. റെസ്ക്യൂ ആൻഡ് ഡൈവ്. ഇവിടെ ബോട്ട് ഇവിടെ ഓണായി. 5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ഇവിടുന്ന് ബോട്ട് പുറപ്പെടും. കറക്റ്റ് 2:30 തന്നെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ബോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ആയതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടാവും. മെയിൻ മോട്ടർ ഇവിടെയാണല്ലോ. ബോട്ടിൻ്റെ ഡ്രൈവർ ഇവിടെയാണ്, അതായത് ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആള്. ഇതെത്ര മണിക്കാണ് കോട്ടയത്ത് നമുക്ക് നോക്കാം. ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകൾ ഇവിടെ കാണാം. എത്ര ബോട്ടുകൾ. ഇതിൻ്റെ ഗിയർ ലിവറാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കാൻ കാരണം എന്താ അറിയോ? ഈ നിയന്ത്രിക്കുന്നത് കാണാനാണ്. പക്ഷേ ഇവിടെ നല്ല ശബ്ദമാണ്. ഞങ്ങൾ പറയുന്നത് ചില സമയത്ത് വ്യക്തമാവണമെന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരാൾക്ക് ബോട്ടിന് വന്ന ടിക്കറ്റ് ചാർജ് 28 രൂപയാണ്. രണ്ടുപേർക്കും കൂടെ 56 രൂപയായി. കായലിനോട് ചേർന്ന് ഒരുപാട് വീടുകളൊക്കെ കാണാം. മംഗലശ്ശേരി എന്നൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ
ഈ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരില്ലേ, അവരെ പേരാണ് ലാസ്റ്റർമാർ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലേക്ക് കയറും. ഇവിടെ നിന്ന് ബോട്ട് തിരിക്കുകയാണ്. തിരിച്ചിനി വേമ്പനാട്ട് കായലിൻ്റെ അതുവഴിയാണ് പോവുക. ഞങ്ങളെ പുറകു ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നിലേക്ക് വന്നു. കാരണം അവിടെ ഇരുന്ന ഞങ്ങൾ പറയുന്നൊന്നും നിങ്ങൾക്ക് കേൾക്കൂല. എഞ്ചിൻ്റെ നല്ല ശബ്ദമല്ലേ. ഈ ഭാഗത്തായിട്ടിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതിലൂടെ സ്ഥലങ്ങും വിലങ്ങുമായി ഹൗസ് ബോട്ടുകൾ പോകുന്നത് കണ്ടോ. കായലിൻ്റെ സമീപത്ത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടത് കാണാം. എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ ഈ പായലില്ലേ, ഇതിനിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ മുഴുവനായിട്ടും കാണും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹൗസ് ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം കുറച്ച് പ്രീമിയം ഹൗസ് ബോട്ടുകളാണ്. ഞങ്ങൾ ഇതുവരെ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടില്ല. എന്തായാലും ഒരു തവണ വരും. ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ കാണാം കേട്ടോ. ഒരുപാടുണ്ട്. നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അതങ്ങ് കൊച്ചി വരെ വ്യാപിച്ചു കിടക്കുന്നതാണല്ലോ വേമ്പനാട്ട് കായൽ. ഹൗസ് ബോട്ടുകൾക്ക് ഇടയിലൂടെ നമ്മുടെ സർക്കാർ ബോട്ടിങ് ഇങ്ങനെ പോവുകയാണ്. നമ്മളിപ്പോൾ കയറിയിട്ട് 1 മണിക്കൂർ ആയതേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു ബോട്ട് ചെട്ടിയിലേക്ക് ഇതാ അടുക്കുകയാണ്. ഇതിൻ്റെ പേര് ഇവിടെ ക്ലിയർ ആവുന്നില്ല.
ഇവിടെ ഒരു ബോട്ട് കിട്ടിയിലെത്തിയേ. ഒരു 3 പട്ടിക്കുട്ടന്മാരുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട ആരും ഇവിടെ യാത്രയാക്കാൻ വേണ്ടി വന്നതാണ്. അവർ തിരിച്ചുപോയി. ഇവിടെ ഓരോ വീടിൻ്റെ മുന്നിലും ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ കാണാം, അതായത് വള്ളങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ വീടുകളാണ്. മഴക്കാലത്ത് ഇവരുടെയൊക്കെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ വെള്ളം കയറിയാൽ നേരെ വീടിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണല്ലോ കയറുക. കാരണം അത്ര അടുത്തല്ലേ ഇത്. ഇതിപ്പോൾ നമ്മൾ എത്രയോ വീതിയുള്ള ഈ ഒരു കായൽ ഭാഗത്തേക്ക് കൂടെയല്ലേ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ ഒരു അത്രയും വീതി കുറഞ്ഞ ഒരു കനാല് എന്നൊക്കെ പറയാം, അതിലൂടെയാണ് പോവുക. കോട്ടയെത്തുന്നതിന് മുന്നേ അങ്ങനെ തന്നെയാണ്. നല്ല പായലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കിടിലം വഴിയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് ഇനി പോകുന്നത്. കായലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പം മാറി. ഇപ്പോൾ ഇതേപോലെയുള്ള വഴിയാണ്. ഇത് മീനച്ചിലാറാണ്. ഇവിടെ ഒരു ബോട്ടൊക്കെ കാണാം. ഇത് കോട്ടയം ആലപ്പുഴ വണ്ടിയാണ്. ഈ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വലിയ തിരക്കൊന്നുമില്ല. ഈ കാണുന്ന വീടിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു വെള്ളം കാണുന്നില്ലേ, ഇവിടെയും കാണാം. ചൂണ്ടയിടുക ഇവിടുന്ന്. ഞങ്ങളന്ന് കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ മുഴുവനും മറ്റേ ആഫ്രിക്കൻ പായലില്ലേ, അതായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒഴുക്കുള്ളത് കൊണ്ട് പായലില്ല. അല്ലെങ്കിൽ ആ ഒരു പായൽ കാരണം നല്ല മനോഹരമായേനെ. ആ ഒരു ബോട്ട് വന്ന വഴി ശരിക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെയൊക്കെ ക്ലിയറാണ്. മുൻഭാഗത്ത് അത്ര മാത്രമേ സ്ഥലമുള്ളൂ. ഒരു വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റുന്ന സ്ഥലം. ഇവിടത്തേക്ക് വണ്ടിയൊക്കെ വരും. ഇവിടെ സ്കൂട്ടറെല്ലാം കാണുന്നില്ലേ, സ്കൂട്ടർ ബൈക്കൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഒരു പള്ളി കാണാം, ഒരു മസ്ജിദ്. ഇവിടെ ബോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ പാലം ഉയർത്തുകയാണ്. ബോട്ടുകൾ വരുമ്പോൾ മാത്രം അത് ഉയർത്തിയാൽ മതിയല്ലോ. കൺട്രോള്
വലിയൊരു പാലമുണ്ട്, അത് ഉയർത്തുകയാണ്. പാലം രണ്ടേ 30-നാണ് ആലപ്പുഴയിൽ നിന്ന് ബോട്ട് എടുത്തത്. ഇപ്പോൾ 5 മണി, കറക്റ്റ് 2.5 മണിക്കൂർ കൊണ്ട് ആലപ്പുഴ ടു കോട്ടയം. കോടിമത, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെയാണ് ബോട്ട് കിട്ടി. നേരെ അവിടത്തേക്ക് വളച്ച് നിർത്തും. ഈ ഭാഗത്തും വീടുകളൊക്കെ കാണാം. കോട്ടയത്തെ ബോട്ട് കിട്ടി അത്യാവശ്യം വലുത് തന്നെയാണ്. ഇനി ഇവിടുന്ന് ആലപ്പുഴയിലേക്ക് പോകാനുള്ള ആൾക്കാരെ അവിടെ കാണാം. ഈ ബോട്ട് ഇപ്പം തന്നെ ഇവിടുന്ന് തിരിച്ചു പോകും. അങ്ങനെ നമ്മൾ കോട്ടയത്ത് എത്തിയല്ലോ. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടായി. ബ്രോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. തമിഴ്നാട്ടിലെങ്കിൽ തിരുനെൽവേലി. അപ്പം ഇത് എന്നാ യുവർ എന്താ പറയുക എക്സ്പീരിയൻസ്? அன்எக்ஸ்பெக்டடு. நான் பிளான் பண்ணது வேற. திடீர்னு சரி சும்மா போவோமே அப்படின்னு ஆலப்புழா ஜாம்நகர் எக்ஸ்பிரஸ் வந்துச்சு. திருநெல்வேலியிலேருந்து 12 மணிக்கு ஆலப்புழா வந்து இறங்கினேன். திடீர்னு வந்து பார்க்குறேன் இங்கே யூடியூபர்ஸ் என்னடா அது நேற்று பார்த்தோம் பீகார் இதுங்க போட்டுட்டு இருந்தாங்க வீடியோ, இப்போ இங்கே பார்க்குறோம்னா ஆச்சரியமாக போயிட்டு. போட்டின் எக்ஸ்பீரியன்ஸ் எப்படி? போட் எக்ஸ்பீரியன்ஸ் 30 ரூபாய்க்கு தரம். ஏன்னா 10,000 20,000 கொடுத்து பெரிய பெரிய போட்டில் போகிறதோட இருக்கிறத வச்சு சந்தோஷமா 30 ரூபா 3 മണി നേരം അലയാ കൂട്ട് വരാங்க. அந்த കാറ്റ് അതാണ് പറഞ്ഞത് നമ്മുടെ സർക്കാർ ബോട്ടിന്റെ ആ ഒരു ഉണ്മയിലെ இந்த ഗവൺമെന്റ് இந்த திட்டம் கொண்டு வந்திருக்கிறது വെരി യൂസ്ഫുൾ. ഈ ബോട്ടിലാകെ 5 ജീവനക്കാരാണുള്ളത്. ബോട്ടിനെ നിയന്ത്രിക്കുന്ന ആളിന്റെ പേരാണ് സ്രാങ്ക്. അദ്ദേഹം ഏറ്റവും മുകളിലാണ് ഉണ്ടാവുക. ഈ ബോട്ടിൽ സ്രാങ്ക് ഇരിക്കുന്ന ഏറ്റവും മുകളിലാണല്ലോ. ചില ബോട്ടുകളൊക്കെ ചിലപ്പോൾ താഴെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കയറി കഴിഞ്ഞ ഉടനെ, അതായത് ഈ ബോട്ടിന്റെ പിറകിൽ കണ്ടില്ലേ ഗിയർ ലിവറൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഡ്രൈവറാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ടിക്കറ്റ് തരുന്ന അസിലത്ത് കണ്ടക്ടർ എന്ന് പറയും. ഇവിടെ പറയുന്നത് ബോട്ട് മാസ്റ്റർ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ ബോട്ട് ചുറ്റി എത്തുന്ന സമയത്തും കയറ് വെച്ചിട്ട് അവിടെ നമ്മളിങ്ങനെ കരക്ക് ആക്കുമല്ലോ, സഹായിക്കുമല്ലോ, ഹെൽപ്പ് ചെയ്യുമല്ലോ. അവരെ പറയുന്ന പേരാണ് ലാസ്റ്റർമാരെന്ന്. അപ്പം 2 ലാസ്റ്റർമാർ, അങ്ങനെ ടോട്ടലി 5 ജീവനക്കാരാണ് ഒരു ബോട്ടിലുള്ളത്. വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഈ ബോട്ടിന്റെ ഇപ്പോഴത്തെ കോലത്തെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ. അതിന് മറ്റൊരു കാരണം എന്താ അറിയോ? ഇപ്പോൾ ഈ വരുന്ന മീനച്ചിലാറില്ലേ, ഇതുവഴിയൊക്കെ സുഖകരമായിട്ട് വരാൻ പറ്റിയ ഈ തടി കൊണ്ടുള്ള ബോട്ടുകൾക്കാണ്. പക്ഷേ ആൾക്കാർ കൂടുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലേക്കൂടെ പോകാനല്ല, സേഫ്റ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ആധുനിക രീതിയിലുള്ള ബോട്ടുകളില്ലേ, അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതിലേക്കൂടെ ഇപ്പോൾ പോകാൻ ഈ ഒരു 66 ആൾക്കാർക്കാണ് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുക. അതിന് നല്ലത് ഈ തടി കൊണ്ടുള്ള ബോട്ടുകൾ തന്നെയാണ്. കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ടിൻ്റെ സമയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ബോട്ട് ഇപ്പോൾ പോകും 5:15. 3:30 ബോട്ടിനാണ് ഞങ്ങൾ അന്ന് പോയത്. 5:20 ആലപ്പുഴയിലേക്കുള്ള അവസാന ബോട്ട് ഇതാ ഇവിടുന്ന് എടുത്തു. ഒരു 7:45 ആകുമ്പോൾ അവിടെ എത്തും.
ഇതിലത്തെ ബോട്ട് മാസ്റ്ററാണ് ഈ ചേട്ടൻ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ടാങ്ക് മുകളിലാണ്. ഞാൻ ആ ഒരു ബോട്ടും ഇവിടുന്ന് ഇതാ എടുത്തു. ആലപ്പുഴയെ ലക്ഷ്യമാക്കിക്കൊണ്ടിതാ അത് നീങ്ങുകയാണ്. ബോട്ട് ചെട്ടിയുള്ള കോടിമതയെന്ന് നേരെ ഇനി ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് 3 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്നുള്ള ഏതെങ്കിലും ബസ്സിന് കയറി പോവാം അല്ലേ? നേരെ പോകുന്നത് നാഗമണ്ഡം ബസ് സ്റ്റാൻഡിലേക്കാണല്ലോ. റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. ദേ ഇതുവഴിയാണ് ഇനിയിപ്പോൾ നേരെ ആ ഒരു മെയിൻ റോഡിലേക്ക് പോകാനുള്ളത്. ബസ് കാത്തൊക്കെയാണ്. എനിക്ക് ഈ ലോറി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പം 5 മിനിറ്റായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു ബസ് പോലും വരുന്ന കാണുന്നില്ല. ഒരു ബസ് വരികയാണ്. കോട്ടയം ബോട്ട് ജെട്ടിൻ്റെ അവിടുന്ന് ഇവിടെ നാഗപടം ബസ് സ്റ്റാൻഡിലേക്ക് ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ഇവിടെ എറണാകുളത്തേക്കുള്ളൊരു ബസ്സൊക്കെ കാണാം. വൈറ്റില ഹബ്ബ്. ഒരുപാട് വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണിത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടുന്ന് ഒരു ബസ്സില്ലേ? നമ്മുടെ നാട് ഒരെണ്ണല്ല, കുറേ ഉണ്ട്. കൊന്നക്കാടേക്ക് പ്രൈവറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് KSRTC ഒക്കെ ഉണ്ട്. പക്ഷെ അത് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന സമയം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. 5:45 ഇവിടെ നിർമ്മല ബസ്സിനെ കാണാം. ഇത് ഇരിട്ടി പയ്യാവൂരിലേക്ക് പോകുന്ന ബസ്സാണ്. ഇവിടെ തന്നെ അന്ന എന്നൊരു ബസ്സിനെ കാണാം. ഇത് ഇരിട്ടി കൊട്ടിയൂരിലേക്ക് പോകുന്ന വണ്ടിയാണ്. 6 മണിയായി. ഇരിട്ടി പയ്യാവൂര് ബസ് ഇതാ ഇവിടുന്ന് എടുത്തു. 6 മണിക്ക് തന്നെ ഇവിടുന്ന് അന്നയും എടുത്തു. ഇപ്പം 2 ബസ്സുകളും ഒരേ സമയത്ത് തന്നെ. ഞങ്ങളുടെ നാടായ വെള്ളരിക്കുണ്ടിലേക്കല്ല ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ ബസ് ഉണ്ട്. വെള്ളരിക്കുണ്ട് കൊന്നക്കാട് ഭാഗത്തേക്ക്. കാരണം ഇവിടെ കൂടുതൽ ബസ്സുകൾ മലയോരത്തേക്ക് പോകാൻ കാരണം ഈ കുടിയേറി പാർത്ത ആൾക്കാരുണ്ടല്ലോ അല്ലേ? അതായത് ഞങ്ങളുടെ നാട് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ നർക്കിലക്കാട്, അതായത് വെള്ളരിക്കുണ്ടിന്റെ അടുത്ത സ്ഥലമാണല്ലോ. ഒരുപാട് ആൾക്കാർ കോട്ടയം, അതായത് പത്തനംതിട്ട, ഇടുക്കി ഭാഗത്തൊക്കെ കുടിയേറി പാർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരുപാട് ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യുന്നത്. നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കാണാം. അങ്ങ് അവിടെയുള്ള ട്രെയിൻ ഏതാണെന്നറിയോ? തിരുവനന്തപുരത്ത് നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന മെയിൽ. അപ്പോൾ അതവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ സ്റ്റേഷൻ്റെ നല്ലൊരു കാഴ്ച കാണാം. ഇവിടെ കോട്ടയം എന്നുള്ള ഒരു നെയിം ബോർഡും ഉണ്ട്. അവിടെ അതെടുത്തു. വൈകുന്നേരം ആയതുകൊണ്ട് മെയിലൊക്കെ നല്ല തിരക്കാണ്. മെയില് പോയി. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള സർക്കാരിൻ്റെ ബോട്ട് യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ. റെയിൽവേൻ്റെ ഡോർമെട്രിയാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചെക്കിങ് വരുന്നത് രാത്രി 8 മണിക്കാണ്. ഇപ്പോൾ 6 മണിയെല്ലാം ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ നാളെ ഇവിടുന്ന് നേരെ പോകുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ്. അതിൻ്റെ വീഡിയോ ആണ് അടുത്ത ദിവസം വരുന്നത്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മാനസിനുണ്ടെന്നിലേക്കും. ബൈ.